ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 16. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ഏവരുടെ ആ അജ്ഞാനമാണോ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് ആ പരമജ്ഞാനം സൂര്യനെ പോലെ പ്രകാശിപ്പിക്കപ്പെടുന്നു. അപ്പൊ ആത്മവിഷയകമായ വിവേക വിജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനാവരണം നീങ്ങുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്താൽ ഉപദേശിക്കപ്പെടുന്നത്. അപ്പൊ നിരന്തരമായ ആത്മവിചാരം, ആത്മാനുസന്ധാനം അത് അഖണ്ഡിതമായിട്ട് നടക്കണം. അഖണ്ഡിതമായിട്ട് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട്, നിത്യവും നിശ്ചിതമായ സമയത്ത് നിയമിതമായിട്ട്, അതിനെയാണ് അഖണ്ഡിതം എന്ന് പറയുക. ഖണ്ഡിക്കാതെ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ചില തിരിച്ചടികളൊക്കെ നമുക്ക് വരുമ്പോൾ അപ്പോൾ കൂടുതൽ നാമജപമൊക്കെ ചെയ്ത് അവിടെ ഈശ്വര വിചാരമൊക്കെ ചെയ്ത് കഴിയുന്നവരെ സംബന്ധിച്ചല്ല. അങ്ങനെയുള്ളവർക്ക് അജ്ഞാനം നീങ്ങുന്നില്ല. അപ്പൊ ആത്മവിഷയകമായ വിവേകജ്ഞാനം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? അഖണ്ഡിതമായ ആത്മവിചാരം നടക്കണം. ഖണ്ഡിക്കാത്തത് എന്നാണ് അഖണ്ഡിതം എന്ന വാക്കിനർത്ഥം. മുറിഞ്ഞു പോവാതെ. ചില ദിവസം കുറച്ച് കൂടുതൽ ചെയ്തു, ചില ദിവസം കുറച്ച് ചെയ്തു, ചില ദിവസം ചെയ്തില്ല. ഇങ്ങനെയല്ല. നിരന്തരമായിട്ട് ഒരു നൈരന്തര്യം അതിന് വേണം. ഒരു സമയം വേണം. ക്രമികമായി കൂട്ടലും കുറയ്ക്കലും ഒക്കെ ആവാം. പക്ഷെ ഇന്ന് കുറച്ച് കൂടുതൽ ചെയ്തു, നാളെ കുറച്ച് ചെയ്തു, ചിലപ്പോൾ തീർത്തും അങ്ങോട്ട് ഒഴിവാക്കി. ചില ജീവിതത്തിൽ ചില ക്ലേശങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നപ്പോൾ പിന്നെ പറയണ്ട നാമജപം. അങ്ങനെയല്ല. അതുപോലെ തന്നെ ചില സീസണൊക്കെ വരുമ്പോൾ ആ സീസണിൽ വലിയ നാമജപമൊക്കെ ആയിരിക്കും. ആ സീസൺ കഴിഞ്ഞാലോ പിന്നെ ഒന്നുമില്ല, പിന്നെ മുഴുവൻ അതിന് വിപരീതം. അതുകൊണ്ട് ആത്മജ്ഞാനം പ്രകാശിതമാവില്ല. ആത്മജ്ഞാനം പ്രകാശിതമാവണമെങ്കിൽ അതിനൊരു നിത്യത വേണം, ഒരു നൈരന്തര്യം വേണം എന്നാണ് ഇവിടെ ഉപദേശിച്ചത്. എന്തിനാണത്? അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ഒരു വിചാരം, ഒരു ആത്മവിചാരം ചെയ്യാൻ സാധിക്കും. വിചാരം കൂടാതെ വിവേകം ഉദിക്കില്ല. വിചാരത്തിൻ്റെ ദിശ ശരിയാവണമെങ്കിൽ എന്ത് വേണം? ഈ പറയപ്പെട്ട സകലവിധ ഉപാസനകളും അതിന് സഹായകരങ്ങളാണ്. ഉപാസനകളൊക്കെ പറയപ്പെട്ടത് ഈ വിചാരത്തിൻ്റെ ഗതി, അതിൻ്റെ ദിശ ശരിയാക്കാനാണ്. അതായത് വിചാരക്ഷമത അന്ധകരണത്തിന് വരാൻ വേണ്ടിയിട്ടാണ് പ്രാഥമിക തലത്തിൽ സകലവിധ ഉപാസനകളും പറയപ്പെട്ടിട്ടുള്ളത്. ഉപാസന എന്ന് പറയുമ്പോൾ തന്നെ ഉബേ, സമീപേ, ആസനം, ഇരിപ്പിടം, അടുത്തിരിക്കുക. ആരുടെ അടുത്ത്? സർവ അകലങ്ങളും നീങ്ങി ഞാൻ എൻ്റെ തന്നെ അടുത്തിരിക്കുക, തന്നിൽ താനായിരിക്കുക. അതാണ് ഉപാസനയുടെ ലക്ഷ്യം. അതിനെന്ത് വേണം? അനേകാഗ്രങ്ങളിൽ കൊരുക്കപ്പെട്ട നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമമാക്കേണ്ടതുണ്ട്. ഒരേ അഗ്രത്തിലേക്ക് ആക്കണം. അതിനാണ് സർവ ഉപാസനകളും പറയപ്പെട്ടിട്ടുള്ളത്. അതിന് ഉപാസന എന്നുള്ള പദത്തിന് തന്നെ ആചാര്യസ്വാമികൾ തന്നിരിക്കുന്ന നിർവചനം ഉപാസനം നാമ യഥാശാസ്ത്രമർത്ഥസ്യ വിഷയീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് സമാന പ്രത്യയ പ്രവാഹേണ യദാസനം തദുപാസന എന്നാണ്. അനേക ശാസ്ത്രങ്ങളിൽ ഉപാസനയ്ക്ക് നിർവചനം തന്നിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ തന്ന ഉപാസന എന്നുള്ളതിൻ്റെ വ്യക്തമായ നിർവചനമാണ് നമുക്ക് ഏറ്റവും സ്വീകാര്യമായത്.
അതാണത്. അതിലിതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഉപാസന എന്ന് പറഞ്ഞാൽ യഥാശാസ്ത്രം, ശാസ്ത്രത്തിനനുസരിച്ച്, ശാസ്ത്രീയമായിട്ട്, അല്ലാതെ തോന്നിയോണമല്ല. ഉപാസിക്കപ്പെടേണ്ട വസ്തുവിൽ തൈലധാര പോലെ, എണ്ണയൊഴിക്കുന്ന പോലെ, വെള്ളം ഒഴിക്കുന്ന പോലെ മുറിഞ്ഞുകൊണ്ടല്ല, കുളുകുളു എന്ന് പറഞ്ഞു മുറിഞ്ഞുകൊണ്ടല്ല, എണ്ണയൊഴിക്കുമ്പോൾ അത് ഏകധാരയായിട്ട് അതൊഴിക്കും. അതുപോലെ നിത്യനിരന്തരമായിട്ട് ഇടതടവില്ലാതെ, ക്രമികമായ ഏറ്റക്കുറച്ചിലുകൾ വരാമെങ്കിലും സമയവ്യത്യാസം കുറച്ചൊക്കെ വന്നു എന്നൊക്കെ വരും. 6 മണിക്ക് എന്നുള്ളത് ചിലപ്പോൾ 6:30 എന്ന് വരും. അല്ലാതെ തോന്നിയോണാവരുത്. അങ്ങനെയുള്ള ആ തൈലധാര പോലെ സമാന പ്രത്യയ പ്രവാഹേണ, ആ സമാനമായിട്ട് ഇന്ന കാലത്തെന്നോ ഇന്ന ദേശത്തെന്നോ ഭേദമില്ലാതെ നിത്യവും ചെയ്യുന്നതാണ് ഉപാസന. അതിന് പറയുന്ന പേരാണ് ഉപാസന. ഈ ഉപാസന പല തരത്തിലുണ്ട്. ചിലർക്ക് നാമജപമാകാം, ചിലർക്ക് മന്ത്രജപമാവാം, ചിലർക്ക് മാലാമന്ത്രങ്ങളാവാം. മാലാമന്ത്രം എന്ന് പറയുമ്പോൾ സഹസ്രനാമങ്ങൾ. ചിലർക്ക് കണ്ണടച്ച് ജപിക്കാൻ കഴിഞ്ഞോളം എന്നില്ല, ചിലർക്ക് കണ്ണ് തുറന്നേ ജപിക്കാൻ പറ്റൂ. ചിലർക്ക് ഉച്ചത്തിൽ ജപിക്കാൻ പറ്റും, ചിലർക്ക് മന്ദത്തിൽ ജപിക്കാവും നല്ലത്, ചിലർക്ക് മൗനത്തിൽ ജപിക്കാവും നല്ലത്. ഇതൊക്കെ ഉപാസനകൾ തന്നെയാണ്. അത് അവനവൻ്റെ ഏകാഗ്രത എങ്ങനെയാണോ സമ്പാദിക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ ആവാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഉപാസനകളിലൂടെ വിചാരത്തിലേക്ക് കടക്കുന്നു. വിചാരം എന്ന് പറഞ്ഞാൽ ഉപാസനകളില്ലാത്തവൻ്റെ വിചാരം. അയാൾ വിചാരം ചെയ്ത് എന്തെല്ലാം അബദ്ധങ്ങളിലൊക്കെ ചെന്ന് വീഴും. ആലോചിക്കുന്നത് മുഴുവൻ വിപരീതമായിരിക്കും. അതുകൊണ്ടാണ് വിചാരത്തിൻ്റെ ദിശ ശരിയാവാൻ, വിവേകത്തിൽ നിന്നുണ്ടാവുന്ന വിചാരമാവണമെങ്കിൽ അതിന് ഈ ഉപാസനകൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ വികാരത്തിൽ നിന്നുണ്ടാവുന്ന വിചാരമാവും. അത് ആരോഗ്യകരമല്ല, അത് വൈകാരികമാണ്. അതുകൊണ്ട് ഇങ്ങനെ നിരന്തരമായ വിചാരത്തിലൂടെ ആത്മവിഷയകമായ വിവേകജ്ഞാനം തനിക്ക് ഉദിച്ചാൽ, ആത്മവിഷയകമായ വിവേകം എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളത്, ഞാൻ ആരാണ് എന്നുള്ള അറിവ്. ഈ ഞാൻ ആരാണ് എന്നുള്ളത് ബുദ്ധിതലത്തിൽ അറിഞ്ഞാൽ പോരാ. ആത്മജ്ഞാനം ഉറക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അറിയപ്പെട്ടവൻ ഞാൻ തന്നെയാണ്. മറ്റെല്ലാം ഇന്ദ്രിയ ഗോചരമായതെല്ലാം നശ്വരങ്ങളായ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. അതെന്നാൽ കാണപ്പെടുന്നതാണ്, കേൾക്കപ്പെടുന്നതാണ്, സ്പർശിക്കപ്പെടുന്നതാണ്, രുചിക്കപ്പെടുന്നതാണ്, വാസനിക്കപ്പെടുന്നതാണ്. ഇതൊന്നുമല്ല, അതൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ട് അത് പരമാർത്ഥജ്ഞാനമായിട്ട് പറയുന്നില്ല. പരമാർത്ഥജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നിൻ്റെയും സഹായമില്ലാതെ എനിക്ക് ഏറ്റവും അറിയപ്പെടുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള അറിവാണ്. മറ്റെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ ഉള്ളത് കൊണ്ടാണ് അതെല്ലാം ഉള്ളതായിത്തീരുന്നത്. ഞാനുണ്ട് എന്നുള്ളതിന് ഒരു ഇന്ദ്രിയങ്ങളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. അതിന് ഒരു സഹായം മാത്രമേ ആവശ്യമുള്ളൂ, അതിന് ആത്മജ്ഞാനം മാത്രം മതി. അപ്പോൾ ആത്മജ്ഞാനം ഉദിച്ചാൽ അത് ആദിത്യനെ പോലെ ആ പരമാർത്ഥ വസ്തുവിനെ, ഞാൻ ആരെന്നതിനെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അല്ല പരമാർത്ഥജ്ഞാനം. ഈ തലത്തിലാണ് കുഞ്ഞുണ്ണി മാഷൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത്. ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചറിഞ്ഞ ഞാൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം അറിഞ്ഞ് അമ്പരന്നു പോയി എന്ന്. വാസ്തവത്തിൽ ആ ദൂരം എത്രയുണ്ട്? എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം. അത് ആത്മജ്ഞാനം പ്രകാശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൂരം തന്നെ ഇല്ല. പ്രകാശിപ്പിക്കാത്ത കാലത്തോളം അത് എത്തിപ്പെടാൻ കുറെ പ്രയാസമാണ്. എത്ര സഞ്ചരിച്ചാലും എത്തുന്നില്ല. അതുകൊണ്ട് അജ്ഞാന ആവരണം കൊണ്ട് അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. അജ്ഞാനമാകുന്ന ആവരണം കൊണ്ട് ഈ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു. ആരുടെ? ജന്തുക്കൾ. ജന്തു എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യനെ പറഞ്ഞത്. ജനനശീലോ ജന്തു എന്നാണ് വാക്കിൻ്റെ അർത്ഥം.
ജനിച്ചത് കൊണ്ടൊക്കെ നമ്മളൊക്കെ ജന്തുക്കളാണ്. അതുകൊണ്ടൊക്കെ മരിക്കുന്നതാണ്. ജനിച്ചതൊക്കെ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ജനിമൃതികളോടൊത്തതൊക്കെ ജന്തുക്കളാണ് ശാസ്ത്രത്തിൽ. അതുകൊണ്ട് ഈ അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതിനെന്ത് വേണം? ജ്ഞാനം കൊണ്ട് അതിനെ നീക്കം ചെയ്യണം. ഈ ആത്മജ്ഞാനം പുറമെ നിന്ന് ഉണ്ടാക്കേണ്ടതല്ല. ഒരു ഗുരുവിനും നമുക്ക് ജ്ഞാനം തരാൻ സാധ്യമല്ല. നമ്മൾ പറയാറുണ്ട്, ആ ഗുരുവിൻ്റെ കരുണ കൊണ്ട് ആ ഗുരു എനിക്ക് ജ്ഞാനം ഉപദേശിച്ചു, അറിവ് നൽകി. അത് വാസ്തവത്തിൽ ആ വാക്ക് തെറ്റാണ്. ഒരു ഗുരുവിനും എന്നെ ജ്ഞാനിയാക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ഓൾറെഡി ജ്ഞാനിയാണ്, ആത്മജ്ഞാനിയാണ്, ആത്മഅജ്ഞാനി അല്ല. കാരണം ഞാൻ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ്. അത് തന്നെയാണ് ആത്മാവ്. ആ അറിവ് എനിക്കുണ്ട്. പക്ഷെ ആ ഞാൻ എന്നുള്ളത് ഇന്ന് പലവിധ കലർപ്പോടു കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഈ ശരീരത്തെ, ഉപാധികളെ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അജ്ഞാനിയല്ല, ആത്മജ്ഞാനിയാണ്. എന്നാൽ ആത്മാവെന്ത്, ആത്മാവല്ലാത്തതെന്ത് എന്നുള്ള വേർതിരിച്ചുള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ട് എപ്രകാരമാണോ സൂര്യനെ മേഘങ്ങൾ മറയ്ക്കപ്പെടുന്നത്, സൂര്യനെ വാസ്തവത്തിൽ മേഘത്തിന് മറയ്ക്കാൻ സാധ്യമല്ല. സൂര്യൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ തന്നെ മേഘമല്ലാതെ അത് മഴയായി പെയ്യും. എന്നാലും നമ്മൾ സൂര്യനെ മേഘം മറച്ചു എന്ന് പറഞ്ഞതുപോലെ പലവിധ അജ്ഞാനങ്ങളെ കൊണ്ട്, മറവ് കൊണ്ട് നമ്മൾ ആത്മാവാണെങ്കിലും അത് മൂടപ്പെടുന്നു. അപ്പൊ പരമാർത്ഥ തത്വത്തെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്നു. പരമാർത്ഥ തത്വം എന്ന് പറയുമ്പോൾ പരമായിരിക്കുന്ന ശബ്ദം ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ സർവ്വ ഉപാധികളാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി സർവത്തിനാലും പ്രാപിക്കാനാവാത്തത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രാപിക്കുന്നതെല്ലാം നശ്വരങ്ങളായവയാണ്, അത് നശിക്കുന്നവയാണ്. അത് പാരമാർത്ഥിക ജ്ഞാനമല്ല, അത് വ്യാവഹാരികതയാണ്. പരമാർത്ഥ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ എന്തിനെ കഴിയൂ? അത് ആത്മജ്ഞാനത്തെ മാത്രമേ സാധിക്കൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഹൃദയാകാശത്തിൽ അജ്ഞാനമാകുന്ന മേഘപടലം അത് ജ്ഞാനസ്വരൂപമാകുന്ന ആത്മസൂര്യനെ കൊണ്ട് ആ മേഘപടലത്തെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കണം. ഈ ആത്മസൂര്യൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അജ്ഞാനമാകുന്ന മേഘപടലം കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ആ മേഘമാകുന്ന അജ്ഞാനം നീങ്ങുമ്പോൾ ജീവൻ എന്തായിത്തീരുന്നു? ശിവൻ ആയിത്തീരുന്നു. ജീവൻ ശിവനായിത്തീരുന്നു. ശിവോഹം, അഹം ശിവം. ശവമല്ല, ശിവമാണിത്. അതിനു മുമ്പ് എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് ശവമാണ്, ജഡമാണ്. ഈ ജഡമായതിനെ ചൂണ്ടിക്കൊണ്ടാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അപ്പോഴും ഇപ്പോഴും ഒന്നും ഞാൻ ശവമല്ല, ഞാൻ ശിവൻ തന്നെയാണ്. ശവോഹം അല്ല, ശിവോഹം. അപ്പൊ ശിവോഹം ശിവോഹം എന്ന് ജപിച്ച് അത് ഓം നമഃ ശിവായ എന്നാവാം, നമോ നാരായണ എന്ന, എന്തായാലും അതൊക്കെ ശിവോഹം എന്നുള്ള ജപത്തിനെ സാധൂകരിക്കുന്നതാണ്. ഉദ്ദേശം അതാണ്. അങ്ങനെ സ്വയം ശിവനായിത്തീരുന്നു. ആയിത്തീരുകയാണോ? അല്ല, അത് തന്നെയായിരുന്നു അപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അജ്ഞാനത്തിൽ എനിക്ക് തോന്നിപ്പോയി ഞാൻ ഈ ജഡമായ പദാർത്ഥമാണ്, ഈ ശവമാണ് എന്ന്. ആ തോന്നലിനെ അങ്ങ് ഇല്ലാതാക്കി പുതിയതായിട്ട് ഇവിടെ ഉണ്ടാവുകയല്ല, ഉള്ളതിനെ ഉള്ളതായി അറിഞ്ഞു. ഇല്ലാത്തത് ഉണ്ടാക്കുകയല്ല, ഗുരു ഇവിടെ അറിവിനെ കൊടുക്കുകയല്ല, അജ്ഞാനത്തെ നീക്കുകയാണ്. ഒരു ഗുരുവിനും എന്നെ ജ്ഞാനിയാക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അജ്ഞാനത്തെ നീക്കാനേ സാധിക്കൂ. അതുതന്നെയാണ് ഗുരുശബ്ദത്തിൻ്റെ അർത്ഥവും. ഗുശബ്ദം അന്ധകാരത്തെയും ഋഷുശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ അജ്ഞാനം ദൂരീകരോതി ഗുരു എന്നാണ്.
അജ്ഞാനത്തെ നീക്കുന്നവനാണ് ഗുരു, ജ്ഞാനത്തെ കൊടുക്കുന്നവനല്ല. അതുകൊണ്ട് എപ്പോഴാണോ ആത്മവിഷയമായ വിവേക വിജ്ഞാനത്താൽ തന്നെ പല വിധത്തിൽ മോഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ, അങ്ങനെയുള്ള അജ്ഞാനാവരണം നീങ്ങിപ്പോകുന്നത്, അപ്പോൾ ആ പരമമായ ജ്ഞാനം, സ്വതവേയുള്ള ജ്ഞാനം പ്രകാശിപ്പിക്കപ്പെടുന്നു. ആ സ്വയമേവ പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന അർത്ഥത്തെയാണ് ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വയം പ്രകാശരൂപമായ ആത്മബോധത്തിന് മറ്റൊരു പ്രകാശത്തിൻ്റെ അപേക്ഷയില്ല. ആവരണം ഇല്ലാതാവുമ്പോൾ സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മജ്ഞാനം. ആവരണം കൊണ്ടാണ് തന്നിൽ തന്നെ താനായിരിക്കുന്ന തന്നെ താൻ അറിയാതെ പോകുന്നത്. അതുകൊണ്ട് ആത്മജ്ഞാനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ. അവിടെ അജ്ഞാന ആവരണങ്ങളെ നീക്കുക, ചളി നീക്കുക. ചളി നീക്കാൻ എന്ത് വേണം? അതിന് ഉപാസനാ മാർഗങ്ങൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവ ഉപാസനകളും ഈ ഒരു അജ്ഞാന ആവരണത്തെ നീക്കം ചെയ്യാനാണ്, അറിവ് കൊടുക്കാനല്ല, അജ്ഞാനം നീക്കാനാണ്. ഇതാണ് ഈ ശ്ലോകം കൊണ്ട് ഉപദേശിക്കപ്പെടുന്നത്.